ഹലോ, ഞാൻ സുനി സജയ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഇത് നിങ്ങളിൽ ഭവിക്കും. കാരണം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ വചനമാണ്. ഇല്ലെന്ന് ഓർക്കോ, എങ്ങനെ സംഭവിക്കാൻ അതൊന്നും ഓർക്കണ്ട. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഞാൻ അങ്ങനെ വചനമാണ് ദൈവം എന്ന് ഓർത്ത് രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ ഈ വചനത്തിൻ്റെ പേപ്പർ കൊണ്ടുവന്നത് ഞാനും എൻ്റെ അപ്പുകൂട്ടൻ ഇളയവനോടെ കൂടി വായിച്ച് പഠിക്കുക. കാരണം വൈകിട്ടും ചെന്നിട്ട് 1 മണിക്കൂർ നീ എൻ്റെ മുമ്പിലിരുന്നാൽ 1000 മണിക്കൂർ സമ്പാദിച്ചു എന്നാണ്. അത് പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. ഉള്ള സത്യം പറയാം, ഭയങ്കര വ്യത്യാസമായ പുരോഗതി ഉണ്ടായി. അപ്പം നിങ്ങളും വചനം ആമയും പറഞ്ഞ് ഏറ്റെടുക്കുക. മക്കളൊക്കെ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരം ശ്രേഷ്ഠമാകും എന്ന് പറഞ്ഞാൽ ആമേൻ. ഇങ്ങനെ തന്നെ എപ്പോഴും വയ്ക്കണം, എപ്പോഴും വിശ്വസിക്കണം. അത് തന്നെ സംഭവിക്കും. നിങ്ങളെല്ലാം ഹൃദയത്തിൽ വിശ്വസിക്കണം, അത് തന്നെ സംഭവിക്കും എന്നല്ലേ പറഞ്ഞേ. അപ്പം നല്ലത് വിശ്വസിച്ചാൽ പോരെ. 2 പത്രോസ് 1:11 പറയാം. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആമേൻ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെ എന്തിനാ സൃഷ്ടിച്ചേക്കണം? ദൈവത്തിന് വസിക്കാനാണ് നോക്കണം. ദൈവം എന്ന് പറഞ്ഞാൽ ആത്മാവ്. ലോകത്ത് ഒരേ ഒരു ദൈവമുള്ളൂ എന്ന് കൊറോണയൊക്കെ വന്നപ്പോൾ മനസ്സിലായില്ലേ? ആ ദൈവത്തിന് വസിക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണേ. അപ്പോൾ ആ ദൈവം നമ്മളിൽ വസിച്ചാൽ പിന്നെ നമ്മുടെ നാവിൽ പറഞ്ഞ എല്ലാം സംഭവിക്കൂലേ? നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിച്ചില്ല. ഹൃദയത്തിൽ കയറിയ അവനവൻ്റെ അപ്പൻ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മളെ രക്ഷിക്കില്ലേ? അപ്പോൾ എപ്പോഴും ഓർക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണം. വിശുദ്ധ മന്ദിരമാണ്, വസിക്കണം പരിശുദ്ധ ആത്മാവ്. അതിനുള്ള അവസരം ഒരുക്കുക, നമ്മളെ ശുദ്ധീകരിക്കുക. വചനം നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെയാണ്. അതിമനോഹരമായ ഒരു സാരി കാണാട്ടോ. ഇത് വെറൈറ്റി സാരി, കോട്ടൺ സാരിയാണ്. ഇത് ഹാൻഡ് വർക്ക് ആട്ടോ. ഇവിടെ പൈപ്പിങ്ങും പിടിപ്പിച്ചിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറി, കാന്താ വർക്ക്, ഹാൻഡ് എംബ്രോയ്ഡറി, ആപ്ലിക്ക് വർക്കൊക്കെ ചെയ്തിട്ടാട്ടോ മുന്താണിയരൊക്കെ പിടിപ്പിച്ചേക്കണേ. ഇവിടെയൊക്കെ പീസ് ഇങ്ങനെ ആപ്ലിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ വെറൈറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. മുന്താണി കംപ്ലീറ്റ് കണ്ടോ? 1490 ആണ്. അതിൽ രസം ബ്ലൗസ് ഇങ്ങനെ ഇതേ നല്ല കോട്ടൺ ബ്ലൗസ് പീസ്. അത് കാന്താവർക്കൊക്കെ ചെയ്ത് ഒരു പണ്ട് ഇത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. കണ്ടിട്ടുള്ളൊരു മനസ്സിൽ എവിടെയോ ഒരു വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പണ്ടത്തെ സൂപ്പർ ഹിറ്റ് സാധനങ്ങളെല്ലാം ഇപ്പം ഇങ്ങനെ പുതുക്കിയെടുക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ പുതുക്കിയെടുത്തതാണ് ആയിരിക്കും. 1490 ആണ്. അടിപൊളി കോട്ടൺ സാരിയാണ്. ഹാൻഡ് വർക്ക് ചെയ്ത സാരി ആയത് കാരണം ഒരു കാലത്തും അതിൻ്റെ ഫാഷൻ പോകില്ല. നല്ല കളർ ചാർട്ടും ആട്ടോ. ഇതിനൊക്കെ മജന്ത ബ്ലൗസ് ആട്ടോ വന്നെ. ഇപ്പം മറ്റേതിന് കണ്ട പോലെ തന്നെ ഈ ബ്ലൗസാണ് വന്നേക്കണേ. എല്ലാത്തിനും അല്ല, ഇതിനും അങ്ങനെ വന്നേക്കണേ. 2 യെല്ലോയാണ്. അടിപൊളി സാരിയാണ്. നല്ല കോട്ടൺ സാരി കേട്ടോ, നല്ല കോട്ടൺ. ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തോ ഒരു സമയം വേണം. ആപ്ലിക്ക് വർക്കും ഹാൻഡ് വർക്കും. അതുകൂടാണ്ട് ഈ പൈപ്പിങ്ങും ചെയ്തിട്ടുണ്ട്. റണ്ണിങ് മെറ്റീരിയൽ എടുത്തേ അത് തന്നെ ബ്ലൗസ് പീസ് കേട്ടോ. മെറൂൺ ആട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ്. അത് ഇങ്ങനെ ബ്ലൗസും ഹാൻഡ് വർക്ക് ചെയ്ത്. നമ്മളിത് ആദ്യമായിട്ടാണ് കാണിക്കണേ, അത് കാരണം പെട്ടെന്ന് വിറ്റ് തീരും കേട്ടോ. നല്ല സാരിയാണ്, നല്ല പിങ്ക്. അതിൻ്റെ ലൈറ്റ് ബ്ലൂ, സൂപ്പർ സംഭവം. 1490 ആണ്. നല്ല സംഭവം, അടിപൊളി സംഭവമാണ്. ഇതിന് ബ്ലൂ ആട്ടോ ബ്ലൗസ് കൊടുത്തേക്കണേ. സൂപ്പർ സംഭവമാണ്. ബ്ലൗസ് പീസ് ഇതാ കൊടുത്തേക്കണം.
കുറേ ഇതാ ബേബി പിങ്കിൽ മജന്ത. നല്ലതാ, പ്യുവർ കോട്ടൺ ആണ്. ഇത്രയും ഹാൻഡ് വർക്ക് ഉണ്ടെന്ന് നോക്കണേ. ഉള്ളപ്പടിയുണ്ട്, 2 സൈഡും ഉണ്ട്, എന്താണ് ഫുള്ളുണ്ട്. ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത സംഭവമാണ്. പ്യുവർ സൂപ്പർ കോട്ടൺ, ഫുൾ ഓയിൽ കോട്ടൺ എന്നൊക്കെ പറയണ പോലെ പണ്ടത്തെ കോട്ടൺ, സൂപ്പർ കോട്ടൺ. സഫയർ ഗ്രീൻ. $1490 ആണ്. നല്ല രസമുണ്ട്, വെറൈറ്റിയാണ്. എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നവരല്ലേ നമ്മുടെ കടയിൽ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അതെ. ഇത് കണ്ടോ, ആൻറ്റിക് സിൽവർ എന്ന് വെച്ചാൽ ചാർക്കോൾ കളറ്. ഇത് ഭയങ്കര ഡിമാൻഡാണ് ഈ ആൻറ്റിക് സിൽവർ ജെറിയുള്ള ബനാറസ്. എത്രയാ? 1790. ഇതിൻ്റെ സോഫ്റ്റ് സിൽക്കിലാട്ടോ വന്നേക്കണേ, ജോർജറ്റ് അല്ല, സോഫ്റ്റ് സിൽക്കാട്ടോ. വെള്ളമൊന്നും അടിക്കില്ല കേട്ടോ, നല്ല മെറ്റീരിയൽ. ബനാറസിൻ്റെ സാരി നമ്മൾ പറഞ്ഞില്ലേ പല വിലയുടെ വന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ വില കൂടിയ സാരിയുടെ അതേ ലുക്ക് തോന്നിക്കും. ബ്ലൗസ് പീസ് ഇങ്ങനെ വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വില കൂടിയ ബനാറസൊക്കെ നമുക്ക് എടുക്കുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. ഇപ്പോൾ കടകളിൽ ചെന്നാൽ വില കൂടിയ ബനാറസിൻ്റെ കളക്ഷൻ അധികം ഇല്ല. വില കൂടിയ കാഞ്ചീപുരങ്ങൾ എന്നാ വെച്ചാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇത്ര ഇറങ്ങിയിട്ടായിരിക്കും വില കൂടിയതിൻ്റെ കുറച്ച് കളക്ഷനേ ഉള്ളൂ. എല്ലാവരും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഇങ്ങനെ സെയിം പോലെ. ഇപ്പം സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇട്ടു കളറ് മങ്ങി നമുക്ക് 10 പൈസ കിട്ടില്ല. വില ഞാൻ മേടിക്കുന്നത് വേസ്റ്റ് ആയി പോകുള്ളൂ. സ്വർണം വിറ്റാൽ പിന്നെയും വില കയറുകയുള്ളൂ, വിറ്റാൽ കാശും കിട്ടും. തുണി അങ്ങനെയല്ലോ, 20-25 രൂപയുടെ സാരി എടുത്തു, 1-2 പ്രാവശ്യം കൊടുത്തു. കുറച്ച് കാഞ്ചീപുരമൊക്കെ ഡ്രൈ വാഷ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിഞ്ചിയും പോകും. അപ്പോൾ നമ്മൾ നോർത്തോണ്ട് അത്യാവശ്യം നമ്മൾ വലിയ ഫങ്ഷനൊക്കെ വന്ന കാഞ്ചീപുരം എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? നല്ല നല്ല ബ്ലൗസ് പീസ്, നല്ല ബേജ് കളറ്. ഇത് ഓണത്തിന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സൂപ്പർ ബനാറസ്, കനമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ടിരിക്കണം. സൂപ്പർ സംഭവം. ഈ സാരിയുടെ സ്റ്റഫ് എൻ്റെ ദൈവമേ, ഇപ്പം മറന്നു. നല്ല കളറല്ലേ ബ്ലൂ. ഇത് ആൾക്കാർ പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന ബാംബൂ സിൽക്കേ. ഒരിടയ്ക്ക് കൊണ്ടുവരുവാണെന്നല്ല. ഇപ്പം കുറേ കാലമായില്ലേ ഇത് വീഡിയോ കാണിച്ചിട്ട്. ഇത് തന്നെ ഇപ്പോൾ ബാംബൂ സിൽക്ക് ആകുമ്പോൾ ഇതുപോലെ തന്നെ ഇരുന്നോളും. ബഗൽപൂരി സിൽക്ക് ആകുമ്പോൾ ഇങ്ങനെ പതുപതൂന്നാകുമെന്നും പറഞ്ഞ് ആ ബാംബൂസ് ഞാനിപ്പോൾ ഈ സൈസ് എടുത്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമുക്ക് താഴെ ഒന്നുമില്ല. അപ്പോൾ ആൾക്കാരെല്ലാം ചോദിച്ചപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ബാംബൂ സിൽക്ക്. നമ്മൾ 2890 ആദ്യം കൊണ്ടുവന്ന ബാംബൂ സിൽക്ക്. ഇപ്പോൾ എത്ര? 1550 ആണ്. ശരിക്കും ഒറിജിനൽ ടെസറാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ബാംബൂ സിൽക്ക് നല്ല സൂപ്പറാണ്. ടെസർ പോലെ എനിക്ക് ഉടയോ അങ്ങനെ ചീത്തയാകുമ്പോൾ പതുപതൂന്നൊന്നും ആവില്ല. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. നല്ല ഇത് എന്തൊരു രസമുള്ള കളറാണ്. പീച്ച്, മെറൂണ്, ഫ്ലഷ് കളർ എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ എങ്ങനെയോ സംഭവിച്ചൊരു സൂപ്പർ കളർ. എന്തെങ്കിലും ഒച്ച കേൾക്കുമ്പോൾ പേടിച്ചു പോവാ സത്യത്തിൽ. ദൈവമേ, മൊബൈലോ ഇതോ നോക്കിയാൽ മുല്ലപ്പെരിയാർ പൊട്ടണ കാര്യം പറയും. പിന്നെ വയനാടിൻ്റെ അത് ഞാൻ അങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. എനിക്കെങ്കിൽ പിന്നെ ഞാൻ അതിലേക്ക് ഇങ്ങനെ ആയിപ്പോവും. ഞാനത് കാരണം പത്രവും വാർത്തകളൊന്നും കാണാത്ത കാരണം അതിൻ്റെ ആ കാര്യം എല്ലാവരും പറയും. ഇങ്ങനെ അങ്ങനെയൊക്കെ ദുഃഖ വീടുകളിൽ ചെല്ലണം. മരിച്ചെടുത്ത് പോയാൽ ഞാൻ അധികം പോകാറില്ല. പോയാൽ പോലും ഞാൻ അവരുടെ മുഖത്ത് നോക്കാറില്ല. വേറെ ഒന്നുമല്ല, അവരാ ചിരിച്ച് നമ്മളെ കാണുന്ന ആ മുഖം കണ്ടാൽ പോരെ. എനിക്കിഷ്ടമല്ല മൂക്കി പഞ്ഞിയും വെച്ച് അവരെ കാണുന്നത്. അവരാ ഭയങ്കര നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി ഞാനൊക്കെ എപ്പോഴും ഒക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരെയും കാണിക്കണ്ട, ഈ മൂക്കി പഞ്ഞിയും വെച്ച് വല്ലും വായും പിടിച്ച് ഇങ്ങനെ ഇരിക്കണമൊക്കെ നമ്മുടെ ഇങ്ങനെ പ്രാർത്ഥിക്കണ വല്ല മെസ്സേജ് വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെ വലിയൊരു സുവിശേഷക്കാരൻ അമേരിക്കയിലുള്ള ആളങ്ങനെ ഞാൻ ഓർക്കുക യേശുപ്പാ എനിക്കൊക്കെ അതാ ആഗ്രഹം എന്ന് ഞാൻ ഓർക്കുക.
ഞാൻ നോക്കാറില്ല കേട്ടോ, വേറെ ഒന്നും ആയിട്ടല്ല കേട്ടോ, എന്തോ എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ കുറേ ദിവസത്തേക്ക് പിന്നെ മനസ്സിൽ ആ കഥകൾ ഇങ്ങനെ ചിന്തിച്ച് അപ്പോൾ ഇപ്പോൾ ഒച്ച കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അടുങ്ങി പോവാന്നേ. എൻ്റെ ദൈവം, കഴിഞ്ഞ ദിവസം ഇവിടെ ഏതാണ്ട് ഒരു ഒച്ച കേട്ടോ, പെട്ടെന്ന് എല്ലാം കൂടെ കൂടി അയ്യോന്ന്. എല്ലാവരുടെയും ഞടുക്കാണ് ലൈലാക്കട്ടോ. ഒരൊച്ച കേൾക്കുമ്പോഴത്തേന് ഭൂമി ഉലുക്കാണോ ഞടുക്കോ ഇങ്ങനെയൊക്കെ ഓർമ്മ. അതാ എപ്പോഴും പറയണം, നാളെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഓർക്കുക. നമ്മളോട് പറഞ്ഞേക്കണേ ക്രിസ്തു യേശുവിൽ ജീവിക്കുക, നമ്മുടെ ലോകത്തിൻ്റെ മഹാ അത്ഭുതം എന്താണെന്ന് അന്വേഷിക്കുക. ലൈലാക്കി വരാം. എന്ത് രസമുള്ള കളേഴ്സൊക്കെ ആട്ടോ. ഇതിപ്പോൾ കുറച്ച് നാളായത് കാരണം ഇത് പെട്ടെന്ന് പോകും കേട്ടോ. ചാടി വെബ്സൈറ്റിൽ എടുക്കുക, അല്ലെങ്കിൽ 4 ഓൺലൈൻ പിള്ളേരുണ്ട്, നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ കൊടുക്കുക. അതിൽ ഓർഡർ ത്രൂ എന്നുള്ള. എന്നിട്ട് 10 മണി മുതൽ, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അവരുണ്ട്. വാട്സപ്പ് കോൾ വിളിക്കുക. എന്നിട്ട് മെസ്സേജിന് വാട്സപ്പ് കോൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9447575564. അവരൊക്കെ ചിരിക്കുക. എന്നിട്ട് വേണം എനിക്ക് 2 ചീത്ത പറയാൻ. നല്ല കളർ കേട്ടോ, അടിപൊളി കളർ, എല്ലാം നല്ലതാട്ടോ, സൂപ്പർ കളർ ചാർട്ടാ. ബ്ലൗസ് പീസ് ഇത് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഒന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തുണികളൊക്കെ പഠിച്ചില്ലേ, ഇതുപോലെ നമ്മൾ സ്വർണ്ണലോകം, ഞാൻ പരിചയപ്പെട്ട സ്വർണ്ണലോകം നിങ്ങളെ പരിചയപ്പെടുത്തണ അടിപൊളി കളക്ഷനുകളൊക്കെ വന്നിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റിൻ്റെയും ഏറ്റവും അധികം എനിക്ക് വേണേൽ 2 മാസം 3 മാസമായുള്ളൂ കട തുടങ്ങിയിട്ട്. കൃത്യം 3 മാസമായുള്ളൂ. 3 ട്രിപ്പൊക്കെയാണ് ഡയമണ്ട്സിൻ്റെ, 3-4 ട്രിപ്പ് ഡയമണ്ട്സ് കൊണ്ടുപോകുന്നു. പിന്നെ അത് ഇച്ചിരി ഒന്നും അല്ല എടുക്കണം. ലൈറ്റ് വെയ്റ്റിൻ്റെ കമ്മലും മാലയൊക്കെ ഇഷ്ടം പോലെ. അപ്പോഴേ ഹെവി വെയ്റ്റ് അധികം പെട്ടെന്ന് പോണില്ല, പക്ഷേ ഹെവി വെയ്റ്റും ആൾക്കാർ എടുക്കണ്ട കേട്ടോ. ഞാനൊന്ന് ഇട്ട മാല എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, അത് പിന്നെ കിട്ടിയില്ല. ഈ എക്സിബിഷനൊക്കെ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് നല്ല ബ്രൗൺ ആണോ, മുന്തിരി കളറും ബ്രൗണും കൂടെ കൂടുമ്പോൾ ഒരു കളർ. നമ്മുടെ കടയിൽ അപ്പടി എക്സിബിഷൻ്റെ സ്വർണ്ണം, അങ്ങനെ എക്സിബിഷനൊക്കെ പോയി നല്ല മെറൂൺ. സ്വർണത്തിലൊരു സാധാ എല്ലാ കടയിലും ഉള്ളത് അധികം എടുക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാ ഇങ്ങനെ ഒരു വെറൈറ്റി സ്വർണത്തിലും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനും നമ്മൾ കട തുടങ്ങിയത്. സാധാ ഇങ്ങനെ നമ്മൾ ഇച്ചിരി ഒരു വെറൈറ്റിയാണ് നമ്മുടെ കട. നമ്മുടെ കടയിൽ നല്ല 2 സ്കീമുണ്ട് കേട്ടോ, അതിമനോഹരമായ സ്കീം. രേവതി 2 സ്കീമിലും വിവരം അറിയാൻ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞിട്ടില്ലേ, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടുക്കുമ്പോൾ എൻക്വയറി എന്ന് പറഞ്ഞ നമ്പറുണ്ട്, ആ കൊച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളൊരു സ്കീമിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സാധാ കസ്റ്റമറായിട്ട് വന്ന് അത്രയും ബെനിഫിറ്റ് നമ്മൾ തരില്ല. നമ്മൾ അറിയാണ്ട് ഇച്ചിരി സ്വർണം മേടിക്കും. എല്ലാത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഏതിലാണ് നമുക്ക് പ്രയോജനപ്പെടുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ. പല രീതിയിൽ ബാങ്കിലിട്ടാൽ 1 വർഷം കഴിയാണ്ട് തന്നെ എന്തെങ്കിലും കിട്ടുമോ? ഇത് 10 പൈസയ്ക്ക് ആവശ്യം വന്നാൽ വിറ്റാൽ പിന്നെ പൈസ വരുമ്പോൾ മേടിക്കാമല്ലോ. ഒരു അർജൻറ്റ് വന്ന് ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ടല്ലോ. നമുക്ക് ഒത്തിരി അനുഗ്രഹമുണ്ട്. ഇതെങ്ങനെയാണ് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞാൽ സുനി സ്വർണം മേടിക്കണതിന് ജനകീയ പദ്ധതിയാണ്. അയ്യോ സ്വർണ്ണം അയ്യോ ഭയങ്കര വില എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ മാറി നിന്നതിനെ ഇപ്പം ജനകീയ പദ്ധതിയാക്കിയെന്ന് പറഞ്ഞ കളിയാക്കൽ തന്നെ. ഇത് നല്ല ഗ്രീൻ കളർ കേട്ടോ, ബ്ലൗസ് പ്ലെയിൻ ആട്ടോ, നല്ല അതിൻ്റെ വർക്കൊക്കെ കണ്ടോ. എനിക്കൊന്നും വേണ്ട, അടുത്ത 2 വീഡിയോ പിടിക്കാൻ പോവാ. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഇങ്ങനെ ഒന്ന് എടുത്തു തന്നാൽ മതി. ഇവിടെ സിനിമ ഷൂട്ടിങ്ങിന് ഇരിക്കണ പോലെ ആക്കാറുണ്ട് കേട്ടോ. ഞാൻ ഓർക്കാം മിക്കവരും താൻ വീഡിയോയുടെ ലൈറ്റും വെച്ച് തന്നെ വീഡിയോ ഇട്ട് തന്നെ കൊണ്ടുപോയി വിറ്റ് കാശ് മേടിക്കണം. ഞാനാണെങ്കിൽ ഇവിടെ 6-7 പേരാണ് ഓൺലൈൻ പിള്ളേരുള്ളത്. നല്ല തെച്ചിക്കോട്ട ബോർഡർ മുന്താണി ബ്ലൗസ് എന്നാ പോലും പ്ലെയിനാണ്. ബ്ലൗസ് ഇതിങ്ങനെ തന്നെ നല്ല കനം കുറഞ്ഞ് നല്ലൊരു സുഖം കേട്ടോ, കനേയില്ല. പക്ഷെ വിലയുണ്ട് കേട്ടോ. പക്ഷെ തെച്ചിക്കോട്ടിന് 2000-ക്ക് നമ്മൾ ആദ്യം വിറ്റത്. നെല്ലും അടിക്കില്ല കേട്ടോ, കട്ട് വർക്കുള്ളത് 1990. നല്ല കളർ ചാർട്ടുക. ഇതിൻ്റെ ഒന്നും ഒരു കാലത്ത് ഫാഷൻ പോകില്ല. നമുക്ക് ഓണത്തിന്
പിന്നെ അമ്മമാർക്ക് അല്ലെങ്കിൽ അല്ലാണ്ട് കൊടുക്കണവർക്കൊക്കെ കനയില്ലാത്തതല്ലേ ഇപ്പം എല്ലാവർക്കും ഇഷ്ടം. പ്രസൻറ്റ് കൊടുക്കാനൊക്കെ നല്ല സാരി. ഇപ്പം എന്ത് ഡ്രസ്സായാലും കനം ആർക്കും ഇഷ്ടമല്ല. സൂപ്പർ സംഭവം കേട്ടോ. 1990 1990. ശരിക്കും നമ്മുടെ ന്യൂജനിന് ഇപ്പം 1990 എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പൗലോ കുഞ്ഞ് പോലും ഇംഗ്ലീഷിലേ പറയുള്ളൂ. പൗലോ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ പൗലോ കുഞ്ഞ് ഇപ്പം കഥയൊക്കെ പറയും. പപ്പ ദിനോസറും അമ്മ ദിനോസറും ബേബി ദിനോസറൂടെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് കിടന്നു. എന്നിട്ട് വാവോ എന്ന് പപ്പ ദിനോസറും അമ്മ ദിനോസറും പറഞ്ഞപ്പോൾ ബേബി ദിനോസർ ഉറങ്ങി. പിന്നെ പീക്കോക്ക് വന്ന് പൗലോസിൻ്റെ ചുണ്ടൽ ടിക് 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 എന്ന് കടിച്ചു. ഇങ്ങനെയൊക്കെ വലിയ വലിയ കഥയുണ്ടാക്കും. എൻ്റെ പൊന്നു ചിരിച്ചിരിച്ചേർത്ത് വലിയ കഥാകൃത്താന്നിരിക്കോളെ. എവിടെ നിന്ന് ഉണ്ടാക്കണം എന്നറിയാൻ പാടില്ല, ചിരിക്കാൻ പറ്റില്ല. അതെ, അടിപൊളി സംഭവങ്ങളാണ്. പെട്ടെന്ന് എടുത്തോ. ഇതിൻ്റെ മുന്താണിക്ക് ഒത്തിരി മുന്താണി ഇത് മുന്താണിയാണ് മടങ്ങി ഉള്ളിയിട്ടിരിക്കണേ. മുന്താണിയാണ് മടങ്ങിയിരിക്കണേ. ബ്ലൗസ് പീസ് റണ്ണിങ് തന്നെയാണ്. ബോണ്ട നിന്നിട്ട് ഏതാണ്ട് പോലെ ഉള്ള എണ്ണ എപ്പോഴും ഇടക്കും. ഒരു ബോണ്ട ഇപ്പം തിന്നു. തലയ്ക്ക് ദിക്കടിക്കാന്നുള്ളേ. അത് നന്നായി. ഇനി ഞാൻ ബോണ്ട തിന്നൂല. എനിക്കങ്ങനെ ഒരു ഇതുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. അപ്പം ഇന്ന് തല ദിക്കടിച്ചു. ഇനി കുറേ കാലത്തേക്ക് ബോണ്ട കൊടുക്കില്ല. മുട്ട തിന്ന് മാത്രം ഇതുവരെ തല ദിക്കടിച്ചിട്ടില്ല. വണ്ണം കുറഞ്ഞത് ഇത്. ബ്ലൗസ് പീസല്ല കേട്ടോ, മുന്താണി. ബ്ലൗസ് ഈ റണ്ണിങ് തന്നെയാണ് കേട്ടോ. നല്ല രസമുള്ള കോമ്പിനേഷനും നല്ല രസമുള്ള സാരികളും കേട്ടോ. ഇനി ഇതൊരു ഷിമ്മർ മെറ്റീരിയലാണ്. ഉള്ള അപ്പടിയും വർക്കും ഉണ്ട്. അരികത്തി സ്റ്റോൺ വർക്കും ഉണ്ട് കേട്ടോ. എത്രയാ? ഇത് റേറ്റ് ഉള്ളതാട്ടോ. 1499. നല്ല സ്റ്റോൺ വർക്കുണ്ട്. നല്ല ഷിമ്മർ ലുക്കാണ്. ബ്ലൗസ് പീസ് ബ്ലൗസിൻ്റെ കയ്യിൽ ഇങ്ങനെ വർക്കുണ്ട്. പ്ലെയിനിൽ തന്നെ ഇത് തന്നെ വർക്കും ഉണ്ട്. ആ മിറർ ഇങ്ങനെ സ്റ്റോൺ വർക്കൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് നല്ല ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് സ്റ്റോണുകളും ഉണ്ട് കേട്ടോ. നൈറ്റ് ഫങ്ഷനൊക്കെ അല്ലേ ഇപ്പം അപ്പടി സൂപ്പർ സംഭവം. ഇനിയിപ്പോൾ ഓഗസ്റ്റ് പകുതി മുതൽ ഫങ്ഷൻ അങ്ങ് തുടങ്ങിയാൽ ഓഗസ്റ്റ് അടുത്ത ആഴ്ച മുതൽ കർക്കിടകം തീരുന്നു അല്ലേ? ആ, എനിക്കിപ്പോൾ ഈ കട തുടങ്ങിയ പിന്നെ കർക്കിടകം തീരണതും ചിങ്ങം തുറന്നതും ജാതി മതഭേദമന്യേ എനിക്ക് എല്ലാവരുടെയും മതത്തിൻ്റെ ചടങ്ങുകളും പരിപാടികളും ഒക്കെ അറിയാം. ലൈലാക്ക് മുസ്ലിംസ് ഞങ്ങളുടെ നാട്ടിലില്ല. കടയിൽ വന്നേ പിന്നെ മുസ്ലിംസിൻ്റെ ഓരോ പെരുന്നാളും ഇതൊക്കെ അറിയാം. ഞങ്ങളുടെ നാട്ടിലാണ്. എൻ്റെ വീടിന് ചുറ്റും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മാത്രമാണ്. ജാതി പറയണല്ല കേട്ടോ. അതേമേനി അങ്ങനെ ഓർക്കരുത്. ലൈലാക്ക് ഈ കടയിൽ വന്നപ്പോൾ പരിചയപ്പെട്ട പത്തിരിയും കറിയുടെ കഥയും തുണിയും ലൈലാക്ക്. ഒരു ബിസിനസ്സുകാരാകുമ്പോൾ മതം പാടില്ലെന്നുള്ള അല്ല കേട്ടോ. ഒരു സിൽവറിൻ്റെ കമ്മലൂടെ ഇട്ടാ ഒരു ക്ലോസ് നെക്ക് ബ്ലൗസും സിൽവറിൻ്റെ കമ്മലും ഇട്ടാ ഗ്രാൻഡാ. നല്ല കളർ ചാർട്ടുകൾ. നല്ല ഒരു ചെറിയൊരു ക്രഷ്ഡ് ലുക്കും ഉണ്ട് കേട്ടോ അല്ലേ? ചെറിയൊരു ടിഷ്യൂ ഇതാണ്. പക്ഷെ ഒരു കളേഴ്സാ. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇതാട്ടോ ബ്ലൗസ് പീസ്. 1490 ആട്ടോ. 1499 ആണ്. നല്ല സാരികളാണ്.
സാരിയുടെ ഇത് ഇടാൻ വീഡിയോ ഇടാൻ കിട്ടാനാണ് ഏറ്റവും പാട്. ഞാൻ നോക്കിയിട്ട് അയ്യോ ഭയങ്കര പാടാണ്. പാടില്ല. നമ്മളിപ്പോൾ തലയിൽ കുത്തിയിരുന്നാലില്ല. നമുക്ക് വേണ്ടതൊക്കെ യേശുബ്രാൻ തരും ലൈലാക്കി. ഇതിന് നമ്മൾ കോട്ടൺ എത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്ന കോട്ടൺ ബ്ലാക്കിൽ ക്രോഷ്യോ വർക്കും ബ്ലൗസ് പീസ് 1199. ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ടല്ലോ. ഹാൻഡ് വർക്കാണ്, ഫുൾ ക്രോഷ്യോ വർക്കുണ്ട്. ഈ വശം അപ്പടിയുണ്ട്, ഈ വശത്ത് ലേസ് വർക്കുണ്ട്, ഈ വശത്ത് ലേസ് വർക്കുണ്ട്. ബ്ലൗസിൻ്റെ കയ്യിൽ ലേസ് വർക്കുണ്ടോ? ബ്ലൗസിൻ്റെ കയ്യിൽ ലേസ് വർക്കുണ്ട്. അങ്ങനെ നന്നായിട്ട് ഒതുങ്ങണ കോട്ടൺ. ഇങ്ങനെ വെച്ചാൽ മതി. സൂപ്പർ സംഭവം, അടിപൊളി കോട്ടൺ. 1199 ആണ്. ഓണത്തിന് ബ്ലാക്ക് കേരള സാരി ബ്ലൗസും ഒക്കെ അല്ലേ ഏറ്റവും ഫാഷൻ പോകണം. അപ്പോൾ ബ്ലാക്ക് ഓണത്തിന് കൊടുത്താലും കുഴപ്പമില്ല. അടിപൊളി സംഭവമാണ്. 1199 ഉള്ളൂ. നല്ല കളർ കോമ്പിനേഷനുകളൊക്കെ ആട്ടോ. പെട്ടെന്ന് എടുത്തു. ഇതിന് എന്തോരം കൊണ്ടുവന്നാലും പെട്ടെന്ന് പോവും, തീരും. കനയില്ല കേട്ടോ. കോട്ടയുടെ അത്രയും പോലും കനയില്ല. $1199. ബ്ലൂ കളർ. അടിപൊളി സംഭവമാണ്. പെട്ടെന്ന് എടുത്തു. $1199. അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോട്ടോ. 1199 ഉള്ളൂ. നല്ല ബ്ലാക്ക് ഓറഞ്ച് കോട്ടനാട്ടോ. ഇത് നമ്മൾ റീസ്റ്റോക്ക് വരുത്തിയതാണ്. ഈ വരയ്ക്കായത് കാരണം ഭയങ്കര മൂവിങ് ആട്ടോ. ബനാറസിൻ്റെ സ്കേർട്ട്, ഹാഫ് സാരി, സാരിക്കൊക്കെ നല്ലതായി. 899 അല്ലേ? 899 വിലയുള്ളൂ. ബ്ലൗസ് പീസ് തന്നെ ഇതിൻ്റെ. എന്ത് രസമുള്ള ബ്ലൗസ് പീസാണ് ഈ ബ്ലൗസ് പീസ്. ഇങ്ങനെ ഈ വില സോഫ്റ്റ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വില കൂടി സാരിയുടെ ഒക്കെ ലുക്കാണ്. വില ഇത്രയേ ഉള്ളൂ, 899 രൂപയുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല സോഫ്റ്റ്, നല്ല കനം കുറവ്. ഞാൻ നെല്ലും അടിക്കില്ല. ഇപ്പം ഇതിപ്പോൾ ഏറ്റവും ഫാഷനായത് കാരണം ഈ വിലയ്ക്ക് ഇതൊരു സൂപ്പർ സംഭവം കേട്ടോ. ഇത്രയും ഫാഷനാണ്, വിലയും കുറവ്. അടിപൊളി സംഭവമാണ്. നല്ല ബോട്ടിൽ ഗ്രീൻ. ഗ്രീൻ ചെറുപയർ വച്ച സ്റ്റാൻഡേർഡ് കളേഴ്സാണ്. പെട്ടെന്ന് എടുത്തു. ഇനി ഓണത്തിൻ്റെ ഒരു സാരി. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഈ ഡിസൈനൊന്നും അല്ലെന്ന് തോന്നുന്നു. ബനാറസൊക്കെയാ ഇച്ചിരി ഗ്ലോ ഉള്ള ഇങ്ങനെ ഇതൊക്കെയാണ്. പക്ഷെ വിലയൊക്കെ കുറവാട്ടോ. അത്രയാ 599 രൂപ. ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ടിഷ്യൂ മോഡൽ എന്തുവാ. അടിപൊളി ബ്ലൗസ് പീസൊക്കെ ആട്ടോ. അത് ടിഷ്യൂൻ്റെ ബ്ലൗസൊക്കെ
599 രൂപയേ ഉള്ളൂ. ആ വിലയ്ക്ക് ഇത് നല്ലതല്ലേ? ആ ബ്ലൗസ് ആദ്യം കാണിച്ചു കൊടുക്കാം. ഇത് ബ്ലൗസാണ് അല്ലേ? തല തിരിച്ച് വേണോ? ആ സാരി എന്താണ് ഞാൻ ഇത് സിസാക്ക ഉണ്ടാണി തെറ്റിച്ച് ഇങ്ങനെ കാണിക്കേ, ഇങ്ങനെ കാണിക്കേ. ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഡിസൈനോടെയാണ് കാണിക്കാനുള്ളൂ. ഇങ്ങനെ തന്നെ ആ ഞാനിങ്ങനെ കാണിക്കും. അപ്പടിയും വിടത്തിയില്ല, ഒരു വശം വിടത്താണ്ട്. ഇതാട്ടോ ഞാനിങ്ങനെ പിടിച്ചേക്കുക. സിസാക് ഡിസൈൻ മുന്താണി പിന്നെ ഞാൻ ഗോൾഡൻ കളറുള്ളത് ബ്ലൗസ് പീസ്. നല്ല ഡിസൈനുകൾ പെട്ടെന്ന് എടുത്തോ കേട്ടോ. 599 രൂപയുള്ളൂ. 599. ഇനി ഒരു കോട്ടയാട്ടോ വന്നത്. സിൽക്കി കോട്ടയിൽ നല്ല രസമുള്ള ഒരു വൈറ്റ് ബ്ലൗസ് പീസാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്ന് അപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് തോന്നിക്ക്. എത്രയാണ്? 750. ഇതാണ് ബ്ലൗസ് പീസ്. ഇപ്പം പെട്ടെന്ന് സാധനം തീരൂട്ടെ. കാരണം ഓണത്തിൻ്റെ പർച്ചേസിങ് എല്ലാവരും പറഞ്ഞ വയ്ക്കും വൈകിട്ട് ഇടുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ തീരുവാണ്. നിങ്ങൾ കൂടുതൽ സ്റ്റോക്ക് എടുത്താൽ തന്നെ അതെന്നു വെച്ചാൽ സ്റ്റോക്ക് ഒത്തിരി എടുത്താലെന്ന് പറഞ്ഞത് പോയില്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പം നമ്മൾ അങ്ങനെ എനിക്ക് ഒത്തിരി ഐറ്റം കാണിക്കണ്ടല്ലോ. ഇതിൻ്റെ എപ്പോഴും ഒത്തിരി സ്റ്റോക്ക് കൂടെ എടുത്താൽ എപ്പോഴാ കാശ് മറിക്കേണ്ടത്? അവർക്ക് പൈസ കൊടുക്കണമല്ലോ. എത്ര? 750. ഇതിന് 750 രൂപയുള്ളൂ കേട്ടോ. വൈറ്റ് ലേസ് ഉണ്ട്, വൈറ്റ് ഒരു ബ്ലൗസ് പീസ് കക്കോബയുടെ അങ്ങ് എടുത്താൽ സൂപ്പർ ഹിറ്റ്. പക്ഷേ ഇതിന് പ്ലെയിൻ ബ്ലൗസ് അവർ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അതിലാ 750 ഉള്ളൂ കേട്ടോ. അടിപൊളി സംഭവങ്ങളാണ്, അടിപൊളി സംഭവമാണ്. $750 കേട്ടോ. നല്ലതല്ലേ? പെട്ടെന്ന് എടുത്തോ. ഓണം ഫ്രണ്ട്സ് ഞാൻ എടുക്കണില്ല, ഞാനൊക്കെ എടുക്കണില്ലേ, അപ്പോൾ അതിനൊക്കെ എടുത്ത് വയ്ക്കാം. അവസാനം നോക്കിയിരിക്കണ്ട, നല്ലത് കാണുമ്പോൾ അപ്പം എടുക്കുക. തുണി പിന്നെ കിട്ടുമ്പോൾ ഈ ഓണസമയത്തായാലും റീസ്റ്റോക്കൊക്കെ കൊടുത്താൽ കിട്ടാൻ എന്നാ പാടാണോ പല, നല്ല പാടാണ്. 750 രൂപയുള്ളേ. ഇനി കാണിക്കുന്ന സാരി നല്ലതാട്ടോ. സോഫ്റ്റ് സിൽക്കിൽ ബനാറസ് ബോർഡർ, ഉള്ളിൽ പ്രിൻ്റ് ആണെങ്കിലും അതിന് പണ്ടത്തെ കച്ച് വർക്ക് നിങ്ങൾ ഓർമ്മയുണ്ടോ? കച്ച് വർക്ക് 8 കെട്ട 4 കെട്ട ഇങ്ങനെ കച്ച് വർക്ക് ചെയ്യാനറിയാവുന്നവർ ഈ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്. ആ കച്ച് വർക്കിൻ്റെ മുഖച്ചായയിലാട്ടോ ആ പ്രിൻ്റ് കൊടുത്തേക്കണേ. പണ്ടൊക്കെ നമ്മുടെ ഇവിടെ നമുക്ക് ഹോം സയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹാൻഡ് വർക്ക്, കച്ച് വർക്ക് എല്ലാം പഠിപ്പിക്കുമായിരുന്നു. 750. നമ്മളിവിടെ ഹാൻഡ് വർക്കൊക്കെ പഠിപ്പിക്കുമെങ്കിൽ ഞാൻ ഇതുവരെ ഒരു സാരി ഹാൻഡ് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ എല്ലാ സാരിയും ഒരു കാലത്ത് ഹാൻഡ് വർക്കായിരുന്നു. പഠിക്കാൻ വരുന്ന പിള്ളേരെ അത് ചെയ്തു തരും. അപ്പം ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞ എല്ലാവരോടും. അപ്പോൾ അവരൊക്കെ എന്നെ അതിശയത്തോടുകൂടി ഞാൻ നോക്കും, ഇതിനെന്ത് കഴിവാന്നൊക്കെ ഓർത്ത്. ഞാൻ നസ്രയത്തിൽ പെയിൻറ്റിങ് പഠിക്കാൻ പോകുമ്പോൾ എന്താ ഹാൻഡ് വർക്ക് ചെയ്ത സാരികൾ കൊടുത്തോ എന്നൊക്കെ നോക്കിയിരിക്കും. എന്നിട്ട് അവരെല്ലാം എന്നെ അതിശയത്തോടുമൊക്കെ എന്തൊരു മിടുക്കിയാണ്, ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് സാരിയൊക്കെ സ്വയം ഇത്രയും എന്നൊക്കെ. അപ്പോൾ ഇവിടെയുള്ള പിള്ളേർ പറയും ഞങ്ങൾ ഈ കള്ളത്തരം എല്ലാം പൊളിക്കുമെന്ന് പറയുന്നത്. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് പ്ലെയിൻ. 30 മിനിറ്റായോ? ഇത് നോക്കുന്ന സ്പീഡ് കുറവാണ്. ആ ബോണ്ട തിന്നാ പറ്റിയത്. ഉറക്കം മനോരം കിറങ്ങിപ്പോയി. ബ്ലാക്ക് കാര്യം അധികം ഐറ്റം കാണിച്ചില്ല. അയ്യോ, ഭക്ഷണം നമുക്ക് അധികം കഴിക്കരുത്. പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെ ഇന്ന് ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. ബൈബിൾ ക്ലാസ്സിൽ ബോണ്ട മേടിച്ചതാണ്. അത് തിന്നാണ് ഈ കാണുന്നത്.
ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും 11 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. ഇതെല്ലാം ബൈബിൾ ക്ലാസ് ആണോ? അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് അറ്റൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും വരും. സൂപ്പർ സംഭവം. മഹാ അത്ഭുതത്തിൻ്റെ യേശു അമ്പരാൻ ഒത്തിരി അത്ഭുതം കാണിക്കണ്ട കേട്ടോ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ. അപ്പോൾ ഇതിനെന്താണ് വില? 750 കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. ഇട്ടിട്ട് പോണതിന് മുമ്പ് ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചാൽ മതി. ആ കാണിക്കുന്നതിന് യേശുമ്പരാൻ പ്രതിഫലം തരും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.